കുഴികൾ നിറഞ്ഞ് ഗതാഗതം ദുസ്സഹമായ കാലടി പാലത്തിൽ പോലീസിന്റെ ഇടപെടൽ. JCBയുമായി എത്തി പാലത്തിലെ കുഴികൾ അടച്ചാണ് കാലടി പോലീസ് യാത്രക്കാർക്ക് ആശ്വാസമേകിയത്. മുഹമ്മദ് റഫീഖ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. റഫീഖ്, ഈ കാലടി പാലത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമായിരുന്നു. വലിയ ഗതാഗത കുരുക്കും, ആ കുഴിയിലാണെങ്കിൽ ഇപ്പോൾ മുഴുവൻ വെള്ളം നിറഞ്ഞ് അപകട സാധ്യതയുമാണ്. അവിടെയാണ് പോലീസ് എത്തുന്നത്. അപ്പോൾ ഈ പോലീസ് കുഴിയടയ്ക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത്? മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുള്ള പാലങ്ങളിലൊന്നാണ് കാലടി പാലം. ഈ പാലത്തിലൂടെ മണിക്കൂറുകളെടുത്താണ് പലപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ മഴയിൽ പാലത്തിൽ നിന്ന് ചെറിയ കുഴികൾ വലിയ കുഴികളായി മാറി. ഇതോടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. 2 വശത്തും ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കുഴിയടക്കാൻ വേണ്ടി PWDയോ മറ്റോ കാത്തു നിൽക്കാതെ പോലീസ് തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന എയർപോർട്ടിലേക്ക് പോകാനോ മറ്റു നെടുമ്പാശ്ശേരി മണ്ഡലത്തിലേക്ക് മൂവാറ്റുപുഴ, കോട്ടയം ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്നവർ, തൊടുപുഴ ഭാഗങ്ങളിൽ നിന്നെല്ലാം വരുന്നവർ പോകുന്ന ഈ പാലത്തിലൂടെയാണ്. പലർക്കും വിമാനത്തിന്റെ സമയത്ത് എത്താൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഉണ്ടായപ്പോഴാണ് പോലീസ് ഇടപെട്ട് JCB കൊണ്ടുവന്നത്. വലിയ കുഴികളെല്ലാം തൽക്കാലത്തേക്ക് അടച്ചത്. പക്ഷേ ഇതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത്. എത്രയും വേഗം PWDയോ അല്ലെങ്കിൽ മറ്റു അധികൃതരോ ഇടപെട്ട് എത്രയും വേഗം കുഴികൾ നിരപ്പാക്കിയില്ലെങ്കിൽ വലിയ കുരുക്കുണ്ടാവും. ഈ കാലടി പാലത്തിന് സമാന്തരമായി ഒരു പുതിയ പാലം പണിയുന്നുണ്ട്. ഈ പാലത്തിന്റെ പണി 70% പൂർത്തിയാണ്ട്. ഈ പാലം തുറന്നാൽ മാത്രമേ അവിടുത്തെ ഗതാഗത കുരുക്കിന് പൂർണ്ണമായിട്ടും പരിഹാരമാവുള്ളൂ. പക്ഷെ പോലീസിന്റെ ഇപ്പോഴുള്ള ഈ പ്രവൃത്തി, സാധാരണ പോലീസിനെ പറ്റി നമ്മൾ എല്ലാവരും കുറ്റം പറയാറുണ്ട്, പക്ഷേ ഈ ഒരു പ്രവൃത്തി വളരെ അധികം രീതിയിൽ കാർ യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ബസ് യാത്രക്കാർക്കും എല്ലാവർക്കും ഉപകാരമായി. ചെറിയ രീതിയിൽ ഗതാഗത കുരുക്ക് കുറയുകയും ചെയ്തു. മഹേഷ്.